ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം 6/1/2019 मुरली सारम. संगम युग पर प्राप्त अधिकारों से विश्व राज्याधिकारी. സംഗം യുഗത്തിൽ പ്രാപ്തമായ അധികാരങ്ങളിലൂടെ വിശ്വരാജ്യാധികാരിയാകൂ. बाप दादा आज स्वराज अधिकारी श्रेष्ठ आत्माओं की दिव्य दरबार देख रहे हैं. ഇന്ന് ബാപ് ദാദ സ്വരാജ് അധികാരികളായിരിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കളുടെ ദിവ്യ ദർബാറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. विश्व राज्य दरबार और स्वराज्य दोनों ही दरबार अधिकारी आप श्रेष्ठ आत्माएं बनती हो. വിശ്വരാജ്യ ദർബാറിൻ്റെയും സ്വരാജ്യ ദർബാറിൻ്റെയും അധികാരികൾ താങ്കൾ ശ്രേഷ്ഠ ആത്മാക്കൾ തന്നെയാണ്. സ്വരാജ്യാധികാരി ഹി വിശ്വരാജ്യാധികാരി ബനത്തെ. സ്വരാജ്യാധികാരികൾ തന്നെയാണ് വിശ്വരാജ്യാധികാരികളാകുന്നതും. എ ഡബിൾ നശ സദാ रहता है. ബാപ്ദാദ ചോദിക്കാണ്, ഈ ഡബിൾ ലഹരി ഉണ്ടാകാറുണ്ടോ? ബാപ്ക ബന്ന അർത്ഥാത് അനേക അധികാർ പ്രാപ്ത് കർണ. ബാബയുടേതായി തീരുക അർത്ഥമാണ് അനേക അധികാരം നേടുക എന്നത്. കിതനെ പ്രകാർ കെ അധികാർ പ്രാപ്ത് കിയേ ഹെ ജാൻതി ഹോ. എത്ര പ്രകാരത്തിൻ്റെ അധികാരങ്ങളാണ് നേടിയതെന്ന് അറിയാമോ? അധികാർ മാല കോ യാദ് കർ. അധികാരത്തിൻ്റെ മാലയെ ഓർമ്മിക്കുക. पहला अधिकार परमात्मा बच्चे बने अर्थात सर्वश्रेष्ठ माननीय पूजनीय आत्मा बनने का अधिकार पाया. ആദ്യത്തെ അധികാരം പരമാത്മാവിൻ്റെ കുട്ടിയായി മാറിയത് തന്നെ അർത്ഥമാണ്. സർവശ്രേഷ്ഠ മാനനീയരും പൂജനീയരുമാകുവാനുള്ള അധികാരം നേടി. बाप के बच्चे बनने के सिवाय पूजनीय आत्मा बनने का अधिकार प्राप्त हो नहीं सकता. ബാബയുടെ കുട്ടിയാകാതെ പൂജനീയ ആത്മാക്കളാകുവാനുള്ള അധികാരം പ്രാപ്തമാകുന്നില്ല. तो पहला अधिकार पूजनीय आत्मा बने. അതുകൊണ്ട് ഒന്നാമത്തെ അധികാരം തന്നെയാണ് പൂജനീയ ആത്മാക്കളായത്. दूसरा अधिकार രണ്ടാമത്തെ അധികാരം ज्ञान के खजानों के मालिक बने अर्थात अधिकारी बने. ജ്ഞാനസമ്പത്തിൻ്റെ അധികാരം. तीसरा अधिकार सर्वशक्तियों के प्राप्ति के अधिकारी बने. മൂന്നാമത്തെ അധികാരം സർവശക്തികളുടെ പ്രാപ്തിയുടെ അധികാരി. चौथा अधिकार നാലാമത്തെ അധികാരം सर्व कर्मेंद्रो जीत स्वराज्याधिकारी बने. सर्व कर्मेंद्रियങ്ങളെ ജയിച്ച स्वराज्याधिकारी. इस सर्व अधिकारों द्वारा माया जीत सो जगत जीत विश्व राज्याधिकारी बनते हैं. ഈ സർവ അധികാരത്തിലൂടെ മായാജീതരായി വിശ്വത്തെ ജയിക്കുന്നവരായി വിശ്വരാജ്യാധികാരികളായി മാറുന്നു. तो अपने इस सर्व अधिकारों को सदा स्मृति में रखते हुए समर्थ आत्मा बन जाते हैं. ऐसे समर्थ बने हो ना. സ്വയം തൻ്റെ ഈ സർവ അധികാരങ്ങളുടെ സ്മൃതിയിലിരുന്നു കൊണ്ട് സമർത്ഥ ആത്മാവായി മാറുന്നു. അത്തരത്തിൽ സമർത്ഥ ആത്മാക്കളല്ലേ स्वराज्य व विश्व राज्य प्राप्त करने के लिए विशेष 3 बातों की धारणा द्वारा ही सफलता प्राप्त की है. സ്വരാജ്യത്തിൻ്റെയും വിശ്വരാജ്യം നേടുന്നതിനായി വിശേഷമായും 3 കാര്യത്തിൻ്റെ ധാരണയിൽ കൂടി മാത്രമേ സഫലത പ്രാപ്തമാകുന്നുള്ളൂ. कोई भी श्रेष्ठ कार्य की सफलता का आधार त्याग तपस्या और सेवा है. ഏതൊരു ശ്രേഷ്ഠ കാര്യത്തിൻ്റെ സഫലതയ്ക്കുള്ള ആധാരമാണ് ത്യാഗം, തപസ്, സേവനം. इन तीनों बातों के आधार पर सफलता होगी व नहीं होगी ये क्वेश्चन नहीं उठ सकता. ഈ 3 കാര്യങ്ങളുടെ ആധാരത്തിൽ
സഫലത ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടാകുന്നില്ല. कहा जहाँ तीनों बातों की धारणा है वहाँ सेकेंड में सफलता है ही हुई पड़ी है. എവിടെയാണോ ഈ മൂന്ന് കാര്യങ്ങളുടെ ധാരണ ഉണ്ടാകുന്നത്, അതായത് ത്യാഗം, തപസ്, സേവ, അവിടെ ഉറപ്പായും സഫലത ഉണ്ടാവുക തന്നെ ചെയ്യും. ത്യാഗ കിസ് ബാത്ത് കാ, എന്നാൽ ത്യാഗം ഏത് കാര്യത്തിൻ്റെതാണ്? സിർഫ് ഏക് ബാത് കാ ത്യാഗ് സർവ ത്യാഗ് സഹജ സ്വതः കരാത്താ ഹെ. കേവലം ഒരു കാര്യത്തിൻ്റെ ത്യാഗം തന്നെ സർവത്യാഗത്തെയും എളുപ്പവും സ്വാഭാവികവുമാക്കി മാറ്റുന്നു. വോ ഏക് ത്യാഗ് ഹെ ദേഹബാൻ കാ ത്യാഗ്. ആ ത്യാഗമാണ് ദേഹബോധം എന്നതിൻ്റെ ത്യാഗം. ജോ ഹദ് കെ മൈപ്പൻ കാ ത്യാഗ് സഹജ് കരാ ദേത്ത. ലൗകികമായ എൻ്റെ എന്നതിൻ്റെ ത്യാഗം എളുപ്പത്തിൽ ചെയ്യിപ്പിക്കുന്നു. യേ ഹദ് കാ മൈപ്പൻ തപസ്യ और सेवा से वंचित करा देता. ഈ ലൗകികമായ ദേഹത്തിൻ്റെ ബോധം അഥവാ എൻ്റെ എന്നുള്ള ഭാവം തപസ്സിൽ നിന്നും സേവയിൽ നിന്നും വഞ്ചിതരാക്കുന്നു. ജഹാ ഹദ് കാ മൈപ്പൻ ഹേ വഹാ ത്യാഗ് തപസ്യ സേവ ഹോ നഹി സക്തി. എവിടെയാണോ ദേഹബോധത്തിൻ്റെ എൻ്റെ എന്നുള്ളത് ഉണ്ടാകുന്നത് അവിടെ ത്യാഗമോ തപസ്സോ സേവയോ ഉണ്ടാകുന്നില്ല. हद का मैपन मेरापन इस एक बात का त्याग चाहिए. ദേഹബോധത്തിൻ്റെ എൻ്റെ ഞാൻ എന്നുള്ള ഭാവത്തിൻ്റെ ത്യാഗം ആവശ്യമാണ്. മൈ ഓർ മേര സമാപ്തോ ഗയ തോ ബാക്കി ക്യാ രഹ. എപ്പോഴാണോ പരിധിയുള്ള ഞാൻ എൻ്റെ എന്നുള്ളത് ത്യാഗം ചെയ്യപ്പെടുന്നത് അപ്പോൾ അവശേഷിക്കുന്നതെന്ത്? ബേഹദ് ക, പരിധിയില്ലാത്ത ഞാൻ എൻ്റെ എന്നുള്ളത്. मैं एक शुद्ध आत्मा हूँ और मेरा तो एक बाप दूसरा ना कोई. ഞാൻ ഒരു ശുദ്ധ ആത്മാവാകുന്നു, എൻ്റേത് ഒരേ ഒരു പരിധിയില്ലാത്ത ബാബ കൂടാതെ മറ്റാരും തന്നെയില്ല. तो जहाँ बेहद का बाप सर्वशक्तिवान है वहाँ सफलता सदा साथ है. എവിടെയാണോ പരിധിയില്ലാത്ത ബാബ സർവശക്തിവാൻ കൂടെ ഉണ്ടാകുന്നത് അവിടെ ഉറപ്പായും സഫലത ഉണ്ടായിരിക്കും. ഇസി ത്യാഗ് ദ്വാര തപസ്യ ഭി സിദ്ധ ഹോ ഗയി ന. ഈ ത്യാഗത്തിൽ കൂടിയാണ് തപസ്സും പ്രത്യക്ഷമാകുന്നത്. തപസ്യ ക്യാ ഹെ? മൈ ഏക് കാ ഹൂം. എന്താണ് തപസ്? അതായത് ഞാൻ ഒരു ബാബയുടേതാണ്. ഏകി ശ്രേഷ്ഠ മത് പർ ചലനെ വാലാ ഹൂം. ഒരേ ബാബയുടെ ശ്രേഷ്ഠ മതമനുസരിച്ച് നടക്കുന്നവനാണ്. ഇസിസെ ഏകരസ് സ്ഥിതി സ്വതः ഹോ ജാതി ഹെ. ഇതിലൂടെ ഏകരസ സ്ഥിതി എളുപ്പത്തിൽ നേടാൻ കഴിയുന്നു. സദാ ഏക പരമാത്മ സ്മൃതി യഹി തപസ്യ ഹെ. സദാ ഒരു പരമാത്മാവിൻ്റെ സ്മൃതി തന്നെയാണ് തപസ്. ഏകരസ് സ്ഥിതി യഹി ശ്രേഷ്ഠ ആസൻ ഹെ. ഏകരസ സ്ഥിതി ഇത് തന്നെയാണ് ശ്രേഷ്ഠമായ ആസനവും. കമൽ പുഷ്പ സമാൻ സ്ഥിതി യഹി തപസ്യ കാ ആസൻ ഹെ. കമലപുഷ്പ സമാന സ്ഥിതി തന്നെയാണ് തപസ്സിൻ്റെ ആസനം. ത്യാഗ് സേ തപസ്യ ഭി സ്വതः ഹി സിദ്ധ ഹോ ജാതി ഹെ. ത്യാഗത്തിൽ കൂടിയാണ് സ്വാഭാവികമായും തപസ് പ്രത്യക്ഷമാകുന്നത്. ജബ് ത്യാഗോ തപസ്യ സ്വരൂപ് ബൻ ഗയേ തോ ക്യാ കരേംഗെ. എപ്പോഴാണോ ത്യാഗവും തപസ്സിൻ്റെ സ്വരൂപമായി തീരുന്നത് അപ്പോൾ എന്താണ് ചെയ്യുക? അപ്പനെ പൻ കാ ത്യാഗ് അഥവാ മൈപ്പൻ സമാപ്തോ ഗയ. അതിലൂടെ എൻ്റെ എന്നുള്ള ഭാവം സമാപ്തമാകുന്നു. एक ही लगन में मगन तपस्वी बन गए तो सेवा के सिवाय रह नहीं सकते. ഒരേ ഒരു ബാബയുടെ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നവരാകുമ്പോൾ സേവ ചെയ്യാതിരിക്കുവാൻ സാധിക്കാതാകും.
ये हद का मैं और मेरा सच्ची सेवा करने नहीं देता. പരിധിയുള്ള ഞാൻ എൻ്റെ എന്നുള്ള ഭാവം സേവ ചെയ്യുവാൻ അനുവദിക്കുകയില്ല. त्यागी और तपस्वी मूर्त सच्चे सेवादारी है. ത്യാഗിയും തപസ്വി മൂർത്തികളുമാണ് സത്യമായ സേവാധാരി. मैंने ये किया, मैं ऐसा हूँ, ये देह का बांध जरा भी आया तो सेवादारी के बदले क्या बन जाते हैं. ഞാൻ ചെയ്തു, ഞാൻ ഇങ്ങനെയാണ്, ഈ മിതമായ ദേഹബോധത്തിൽ വരുന്നവർ സേവാദാരി ആകുന്നതിന് പകരം എന്താണ് ആയിത്തീരുക. സിർഫ് നാംദാരി സേവാദാരി ബൻ ചാത്തെ. കേവലം നാമധാരി അഥവാ പേരിന് മാത്രം സേവാദാരികളായി മാറും. സच्चे സേവാദാരി നഹി ബൻത്തെ. അവർ സത്യസേവാദാരികളാവുകയില്ല. സच्ची सेवा का ഫൗണ്ടേഷൻ ഹേ ത്യാഗോ തപസ്യ. സത്യമായ സേവനത്തിൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ് ത്യാഗവും തപസ്സും. ऐसे त्यागी तपस्वी सेवादारी सदा സഫലതാ സ്വരൂപ്. അത്തരത്തിൽ ത്യാഗിയും തപസ്വിയുമായിരിക്കുന്ന സേവാദാരികളാണ് സഫലതാ സ്വരൂപരായിരിക്കുക. വിജയ് സഫലത ഉൻകെ ഗലെ കാ മാല ബൻ ജാത്തി. വിജയവും സഫലതയും അവരുടെ കഴുത്തിലെ മാലയായി മാറും. ജന്മസിദ്ധ അധികാരി ബൻ ജാത്തെ. ജന്മസിദ്ധ അധികാരികളായി മാറും. तो बाप दादा विश्व के सर्व बच्चों को यही श्रेष्ठ शिक्षा देते कि त्यागी बनो, तपस्वी बनो, सच्चे सेवादारी बनो. അതുകൊണ്ട് ഇന്ന് ബാപ് ദാദ വിശ്വത്തിലുള്ള എല്ലാ ശ്രേഷ്ഠാത്മാക്കൾക്കും വിശേഷമായ ഈ ശിക്ഷണം നൽകുകയാണ്. വിശേഷമായും ത്യാഗികളും തപസ്വികളും സത്യമായ സേവാധാരികളുമായി മാറൂ. अच्छा बाबा इന്ന് बाप दादा नमस्ते പറയുകയാണ്. सभी सफलता के सितारों को सदा एक स्थिति के आसन पर स्थित रहने वाले तपस्वी बच्चों को. എല്ലാ സഫലതയുടെ നക്ഷത്രങ്ങൾക്ക് സദാ ഏകരസ സ്ഥിതിയാകുന്ന ആസനത്തിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന തപസ്വി കുട്ടികൾക്ക് सदा एक परमात्मा श्रेष्ठ याद में रहने वाली महान ആത്മാവും को സദാ ഒരു പരമാത്മാവിൻ്റെ ശ്രേഷ്ഠമായ ഓർമ്മയിലിരിക്കുന്ന മഹാത്മാക്കൾക്ക് ശ്രേഷ്ഠ ഭാവന ശ്രേഷ്ഠ कामना करने वाले विश्व कल्याणकारी सेवादारी बच्चों को ശ്രേഷ്ഠ ഭാവനയും ശ്രേഷ്ഠ കാമനയിലിരിക്കുന്ന വിശ്വകല്യാണകാരി സേവാധാരി കുട്ടികൾക്ക് ബാപ് ദാദാ കാ യാദ് പ്യാർ ഔർ നമസ്തേ. ബാപ് ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. വരദാൻ നിർബൽ സെ ബലവാൻ ബൻ असंभव को संभव करने वाली हिम्मतवान आत्मा भव. ദുർബലരിൽ നിന്നും ബലവാനായി അസംഭവ്യത്തെ കൂടി സംഭവമാക്കി തീർക്കുന്ന ധൈര്യശാലിയായ ആത്മാവായി ഭവിക്കൂ. ദുർബലനിൽ നിന്നും ബലവാനായി അസംഭവമായതിനെ സംഭവമാക്കി തീർക്കുന്ന ധൈര്യശാലി ആത്മാവായി ഭവിക്കൂ. വിശദീകരണം. ഹിമ്മത്തെ ബച്ചേ മദദേ ബാപ്പ്. ധൈര്യം കുട്ടികളുടേത്, സഹയോഗം ബാബയുടേത്. इस वरदान के आधार पर हिम्मत का पहला दृढ़ संकल्प किया कि हमें पवित्र बनना ही है. ഈ വരദാനത്തിൻ്റെ ആധാരത്തിൽ ധൈര്യത്തിൻ്റെ ആദ്യ ദൃഢസങ്കല്പം ചെയ്തു, തീർച്ചയായും നാം പവിത്രരായിരിക്കുക തന്നെ ചെയ്യുമെന്ന്. और बाप ने पद्मा गुणा मदद दी कि आप आत्माएं अनादि आदि पवित्र हो. ബാബ 10 മടങ്ങ് സഹയോഗം നൽകി താങ്കൾ കുട്ടികൾ അനാദിയും ആദിയും പവിത്ര ആത്മാക്കളാണ്. അനേക ബാർ പവിത്ര ബനി ഹോ ഓർ ബൻതി രഹേഗി. അനേക പ്രാവശ്യം പവിത്രരായവരാണ്, പവിത്രരാവുകയും ചെയ്യും. അനേക ബാർ കി സ്മൃതി സെ സമർത്ഥ ബൻ ഗയേ. അനേക പ്രാവശ്യത്തിൻ്റെ സ്മൃതിയിലൂടെ സമർത്ഥരായി മാറിയിരിക്കുന്നു. നിർബൽ സെ ഇത്തനെ ബലവാൻ ബൻ ഗയേ
जो चैलेंज करते हो कि विश्व को भी पावन बनाकर ही दिखाएंगे. ദുർബലരിൽ നിന്നും അത്തരത്തിൽ ബലവാന്മാരായി മാറിയിരിക്കുകയാണ്. അതായത് നിങ്ങൾ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു, മുഴുവൻ വിശ്വത്തെയും പാവനരാക്കി തീർക്കുമെന്ന്. जिसको ऋषि मुनि महान आत्माएं समझती है कि प्रवृत्ति में रहते पवित्र रहना मुश्किल है, उसको आप अति सहज करते हो. ഋഷി മുനിമാരും മഹാത്മാക്കളും ഏത് കാര്യത്തെയാണോ അസംഭവമെന്ന് കരുതിയിരുന്നത്, അതായത് ഗൃഹസ്ഥത്തിലിരുന്നു കൊണ്ട് പവിത്രരായിരിക്കുക പ്രയാസമാണെന്ന് കരുതിയത്, അത് താങ്കൾ കുട്ടികൾ എളുപ്പമാക്കി കാണിച്ചിരിക്കുന്നു. സ്ലോഗൻ: ദൃഢസങ്കൽപ്പ കർണ ഹി വ്രത് ലേന ഹെ. ദൃഢസങ്കല്പം ചെയ്യുന്നത് തന്നെയാണ് വ്രതം എടുക്കുന്നത്. സച്ചേ ഭക്ത് കഭി വ്രത് കോ തോടത്തെ നഹി ഹെ. സത്യമായ ഭക്തൻ ഒരിക്കലും വ്രതം മുറിക്കുകയില്ല. ബ്രഹ്മബാബയുടെ സമാനരായി തീരുവാനുള്ള വിശേഷ പുരുഷാർത്ഥം. आरामता पॉइंट: जैसे ब्रह्मा बाप साधारण रूप में होते, असाधारण व लौकिक स्थिति में रहे. ഏതുപോലെ ബ്രഹ്മ ബാബ സാധാരണ രൂപത്തിലാണെങ്കിലും അസാധാരണമായ അഥവാ അലൗകിക സ്ഥിതിയിലിരുന്നു. ऐसे फॉलो फादर. അതുപോലെ ബാബയെ അനുകരിക്കൂ. जैसे सितारों के संगठन में जो विशेष सितारे होते, उनकी चमक झलक दूर से ही न्यारी और प्यारी लगती है. ഏതുപോലെ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ വിശേഷമായ നക്ഷത്രം തിളക്കമുള്ളതായിരിക്കും, അകലെ നിന്ന് തന്നെ അതിൻ്റെ ആ ഒരു പ്രകാശം വേറിട്ടതും പ്രിയമായി അനുഭവപ്പെടുന്നു. ऐसे आप सितारे भी साधारण आत्माओं के बीच विशेष आत्माएं दिखाई दो. അതുപോലെ താങ്കൾ ചൈതന്യ നക്ഷത്രങ്ങൾ സാധാരണ ആത്മാക്കൾക്കിടയിലും വിശേഷ ആത്മാക്കളായി തിളങ്ങിക്കാണണം. ഓം ശാന്തി.